ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായ കഥകളി ഒരു തനത് കേരളീയ കലാരൂപം എന്നതിനുപരി ധാർമ്മിക മൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മഹത്തായ ഒരു മാധ്യമവുമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു സുപ്രധാന കഥയാണ് പൂതനാമോക്ഷം. ഭഗവാൻ ശ്രീകൃഷ്ണനെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ച പൂതനയെ തൻ്റെ വിരാട് രൂപ ദർശനം നൽകി മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന കഥയാണിത്. ഇന്നിവിടെ പൂതനാമോക്ഷം അവതരിപ്പിക്കുന്നത് സെയിൻറ് ലൂയിസിൽ നിന്നും എത്തിയ കുമാരി ലളിതാംബിക ഗീതു ജയദേവാണ്. ബാല്യം മുതൽ തന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി അടക്കമുള്ള കലാരൂപങ്ങളിൽ പരിശീലനം നേടിയ ലളിതാംബിക നിരവധി വേദികളിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഹൈസ്കൂൾ പഠനം തുടരുന്ന ഈ കലാകാരി ഭാരതീയ കലാരൂപങ്ങളുടെ മഹത്വം ലോകവേദികളിൽ എത്തിക്കാൻ പരിശ്രമിക്കുന്ന ഒരു പുതുയുവ പ്രതിഭയാണ്. 45 വർഷത്തിലധികം കഥകളി രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതാ ഗുരുവായ അഡ്വക്കേറ്റ് രഞ്ജിനി കിഴക്കേ പിഷാരമാണ് ലളിതാംബികയ്ക്ക് കഥകളി പരിശീലനം നൽകുന്നത്. രാവണോദ്ഭവത്തിലെ രാവണൻ, നരകാസുരവധത്തിലെ നിണം തുടങ്ങി സ്ത്രീകൾ അവതരിപ്പിക്കാതിരുന്ന നിരവധി ദുഷ്കര വേഷങ്ങൾ അവതരിപ്പിച്ച് ശ്രീമതി രഞ്ജിനി കഥകളി ലോകത്ത് വനിതകൾക്ക് പുത്തൻ വഴികൾ തുറന്നിട്ടുണ്ട്. കലാമണ്ഡലം വൈക്കം കരുണാകരൻ സ്മാരക കഥകളി സ്കൂൾ സ്ഥാപകയായ അവർ 100-ലധികം ശിഷ്യരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശ്രീമതി അഡ്വക്കേറ്റ് രഞ്ജിനി കലയുടെ സംരക്ഷണത്തിനും വനിതാ തുല്യ പ്രാധാന്യം നൽകുന്ന വ്യക്തിത്വമാണ്. ഇന്നത്തെ പൂതനാമോക്ഷം അവതരണത്തിന്റെ സംഗീത ഭാഗം ശ്രദ്ധേയമാണ്. വേഷപകർച്ചയ്ക്ക് ജീവൻ നൽകുന്ന പാട്ടുകളും മേളങ്ങളും കഥകളിയുടെ ആത്മാവാണ്. ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ എഴുതിയ ഈ ആട്ടക്കഥയ്ക്ക് സംഗീതം നൽകുന്ന ഗായകർ തൃപ്പൂണിത്തുറ അർജുൻ രാജ്, സദനം പ്രേമൻ, ഇടക്കയും ചെണ്ടയും കലാമണ്ഡലം സായിനാഥൻ, മദ്ദളം RLV നീലകണ്ഠൻ നമ്പീശൻ. കഥകളി ഒരു വെറും വിനോദമല്ല, അതൊരു ജീവിത പാഠമാണ്. കഥയുടെ പശ്ചാത്തലവും അവതരണവും മനസ്സിലാക്കുമ്പോഴാണ് ആട്ടത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയുന്നത്. തന്റെ സഹോദരി പുത്രനാൽ വധിക്കപ്പെടുമെന്ന് ഭയന്ന കംസന്റെ ശാസനപ്രകാരം ശ്രീകൃഷ്ണനെ തേടി അമ്പാടിയിലെത്തിയതാണ് രാക്ഷസിയായ പൂതന. ഏവരും ആകർഷിക്കുന്ന ഒരു സുന്ദരിയായാണ് പൂതന അമ്പാടിയിലെത്തിയത്. ബഹുനില മന്ദിരങ്ങളും പൂങ്കാവനങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന സുന്ദരിമാരുടെ നൃത്തങ്ങളും വാദ്യഘോഷങ്ങളും ഗോവർദ്ധനഗിരിയിലെ മയിൽ നൃത്തവും ദേവലോകം പോലും തോൽക്കുന്ന പ്രകൃതി ഭംഗിയുമായിരുന്നു അവിടെ പൂതനയെ വരവേറ്റത്. ഒടുവിൽ ഗോക്കൾ ആനന്ദത്താൽ വിഹരിക്കുന്ന എങ്ങും വെണ്ണയുടെ സുഗന്ധം പരന്ന നന്ദഗോപന്റെ ഗൃഹത്തിലായിരുന്നു സുകുമാരനാം ശ്രീകൃഷ്ണനെ പൂതന കണ്ടെത്തിയത്. വധിക്കാനെത്തിയതാണെങ്കിലും ആ ബാലനെ കണ്ട മാത്രയിൽ തന്നെ പൂതനയിൽ മാതൃത്വം ഉണരുകയാണ്. എന്നാൽ കംസ കോപം ഓർത്ത് വധശ്രമം നടത്തുകയും ചെയ്യുന്നു. പല വിധത്തിലും ശ്രമിച്ചിട്ടും ഓമനത്വം തുളുമ്പുന്ന ബാലനെ കൊല ചെയ്യാൻ തൻ്റെ മനസ്സ് അനുവദിക്കാത്തതിനാൽ തൻ്റെ മാറിൽ വിഷം പുരട്ടി കുഞ്ഞിനെ മുലയൂട്ടി കൊല്ലാൻ തീരുമാനിക്കുന്നു. മുലപ്പാലും രക്തവും പൂതനയുടെ ജീവനും കൂടി തന്നിലേക്ക് വലിച്ചെടുത്ത് കൃഷ്ണൻ ആ രാക്ഷസിക്ക് മോക്ഷം പ്രദാനം ചെയ്യുന്നു. അവസാന നിമിഷങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപ ദർശനം നൽകിയാണ് പൂതനയെ മോക്ഷത്തിലേക്ക് നയിച്ചത്. കണ്ണൽ കണ്ണികൾ മൗലിരത്ന കലിക കലിക ധരിച്ചാദര പൊന്നിൻ മാലയണിഞ്ഞു പൂതന തഥാ മന്ദം
ചിരം മിന്നും ചന്ദ്രിക പോലെ മന്ദഹസിതം അമ്പാടി ഗുണം വർണ്ണിച്ചിടുവ ഏഴോ നില മണി ഗൃഹ മണി രുചിത തളിവവും ഇഹ മധുര രുചി
ತಳುಗಿನ ತಡೆ ಏಕ ಮಧುರಂ ಜಲ ಮುಳುಗಿನ ತುಂಗವತಿ ಶಿಶಿರ ಜಲ ಮುಳುಗಿನ ತುಂಗವತಿ ಶಿಶಿರಂ ಜಲ ಮುಳುಗಿನ ಪೂಂಗವತಿ ಪರಮೂರಿಂಗ ಎದಿರಿದಿಲ್ ನೊಡಗೂರಿಂಗ கடல் தோழும் அமரபுர கடல் தோழும் அமரபுர கடல் தோழும் அமரபுரம் ஒழியுங்கள் அம்பாடி குணகம் முத்தகணி மூலம மாதுரியும் சில சில களி
ദധിബിന്ദു
പരിമളവും ഇളവും ദധി ബിന്ദു പരിമളവും ദധി ബിന്ദു പരിമളവും ദധി ബിന്ദു പരിമളവും മന്ദവിൽവിയെ കടൽ നീടുന്നേ നയന ഇഹോൾ വാഴുന്നു ഇനി മൽദമെല്ലിയെ അമ്പാടി കൂട
അരികിൽ നീ കൊതികോലു കോമളമേടി നിറ കൊതികോലും ജനങ്ങളുടെ കണ്ണുകളല്ലോ സഫലം ജനങ്ങളുടെ കണ്ണുകളല്ലോ സഫലം സുകുമാര കണ്ണു കൊണ്ടുവദനം കലുഷമാര്യന്തേ മൂലകം കൊണ്ടുവദനം കലുഷമാവാനന്തേ ഹിമജലം കൊള്ളുപൂർണമാം അംബുജം പോലെ ഹിമജലം കൊള്ളു പൂർണമാം അംബുജം പോലെ സുകുമാര പൈതലേ ദിനക്കുബാരം പൈതമുണ്ടെന്നോ പ്രീതിയോടെ മുലകളെ താപനം ചെയ്തനു പ്രീതിയോടെ മുലകളെ താപനം ചെയ്തനും പ്രീതിയോടെ ഉലകളെ താപനം ചെയ്തനു സുകുമാര നുകുലമാകം പാദം പണി കൊണ്ടെടുത്തും പാദം പാണി കൊണ്ടുപോതും മിൽ
പുഞ്ചിരി തൂകുന്നു മെല്ലനെ മുഖത്തണച്ചു മന്ദം പുഞ്ചിരി തൂകുന്നു മെല്ലവേ മുഖത്തണച്ചു മന്ദം പുഞ്ചിരി തൂകുന്നു സുകുമാര